ഹലോ, ഞാൻ ഇന്ന് വന്നത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഒരു വിഷയം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കുറേ മാസങ്ങളായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മാസത്തോളമായി. പക്ഷേ ഈ കാര്യത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയവും കിട്ടിയില്ല. ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കുറേ നാളുകൾക്ക് മുമ്പ് എന്നെ ഫിജോ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഒരു കാര്യവുമില്ലാതെ, അതായത് ഞാൻ അവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, അവരെ വിമർശിച്ചിട്ടില്ല, യാതൊരു വിധത്തിലും ഞാൻ അവരെ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ലൈവിൽ ഒരാവശ്യവും ഇല്ലാതെ എൻ്റെ പേര് വലിച്ചഴയ്ക്കുകയും ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഇല്ലാതെ അവരെ ലൈവിൽ ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് കുറേ ആൾക്കാർ അയച്ചു തന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇവരെന്ത് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇട്ടേക്കുന്നതിനെ കുറിച്ച് ഇവരെങ്ങനെ അറിഞ്ഞു? അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എവിടെയോ ചെന്ന് കണ്ടിട്ട് ഈ രാവിലെ ഭക്ഷണം വെട്ടിച്ചുരുക്കുക, അതായത് ചെലവ് ചുരുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെട്ടിച്ചുരുക്കേണ്ട ഒരു വിഷയമാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഘോഷയാത്രയാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് ഈ ഘോഷയാത്ര എന്നറിയാമോ? അതായത് മുമ്പൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ മകളെ, നമ്മുടെ ഷെഫീന ഇത്ത എന്തോ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപറ്റം സ്ത്രീകൾ ഒന്നിച്ചു ചേരുകയും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സത്യം പറയാമല്ലോ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെന്ന് കയറിയ ഞാൻ ഷെഫീന ഇത്ത ശിശുവാണ് എന്ന കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെയും വെല്ലുന്ന തരത്തിൽ മക്കളെ ആയിരുന്നാലും ബന്ധങ്ങളെ ആയിരുന്നാലും വളരെ മോശമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ബഹുമുടിക്കുകളായ കുറേ അധികം സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കായിരുന്നു ഞാൻ ചെന്ന് കയറിയത്. ഈ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ ഞാൻ പതുക്കെ നൈസായിട്ട് അതിൽ നിന്ന് ഊരി അങ്ങോട്ട് പോയി. ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നതേ നമുക്ക് തലവേദനയാണ് കേട്ടാ. ഞാൻ യൂട്യൂബ് മീഡിയയിൽ വരുന്നതിന് മുമ്പാണ് ഞാൻ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചെന്ന് ചേരുന്നത്. പക്ഷെ അന്ന് ഞാൻ ശരിക്കും ഈ പറയുന്ന തനൂജ എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര പാവമായ ഒരു സ്ത്രീയാണ് എന്നൊക്കെ തന്നെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ എന്തോ സംതിങ് അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അവരെ ആ ഒരു രീതിയിൽ മാറ്റിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊരു സുപ്രഭാതത്തിൽ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് നടുത്തിരുവി വന്ന് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ കളഞ്ഞിട്ട് പോയേന്ന് കിടന്ന് നിലവിളിച്ചു. കുറേ അധികം കേരള ജനങ്ങൾ അവരെ നെഞ്ചേറ്റി, കുറേ അർഹതയില്ലാത്ത കുറേ അധികം പൈസകൾ അവരുടെ കയ്യിൽ വന്നപ്പോൾ ആഡംബരവും ദൂർത്തും അവരെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ടുവന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അന്ന് എനിക്കിത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാണുമ്പോൾ സ്വാഭാവികമാണ്, ഒരു അച്ഛനില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ തിരുവനന്തപുരം സിറ്റിയിലാണ് കേട്ടോ ജീവിക്കുന്നത്. ഈ സിറ്റിയിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഈ സിംഗിൾ പാരന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു 2-3 കുട്ടികളെയൊക്കെ നല്ല മിടുക്കായിട്ട് വളർത്തുന്ന ഒരുപാട് സ്ത്രീകൾ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിലായിരിക്കുമല്ലോ അത് കേൾക്കുന്നത്. ഞാനും ഒരു സ്ത്രീയാണ്, എനിക്കും കുറേ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ കണ്ണീര് ശരിക്ക് സത്യമാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു തീരുന്നതിന് മുമ്പ് ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവരെ മാളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെയൊക്കെ ഈ ഫിജോ എന്ന് പറയുന്ന അവർ ഭയങ്കരമായിട്ട് പരിഹസിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ തന്നെ ഈ തനൂജയുടെ ഷോർട്സിൽ തന്നെ അവർ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അന്ന് വീൽ ചെയറിലായിരുന്നു, ഞങ്ങൾ മാളിൽ കൊണ്ടുപോയതൊക്കെ വീൽ ചെയറിലായിരുന്നു. അപ്പോൾ അതായത് എൻ്റെ ഹസ്ബൻഡിന് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല, ആകെ കിടപ്പിലായിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഈ തനൂജ എൻ്റെ വീട്ടിൽ വരുന്നതും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ്. എനിക്കൊരു 5000 രൂപ തരുമോ എന്ന് ചോദിച്ചും കൊണ്ടാണ് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ തനൂജ 2 തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. 2 തവണ വന്നപ്പോഴും അവർ കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ രാപ്പകലില്ലാതെ തച്ചിട്ടാണ് എൻ്റെ കുടുംബത്തിനെ പോറ്റുന്നത്, വേറെ വരുമാന മാർഗങ്ങളൊന്നും തന്നെ ഇല്ല, 6 കുട്ടികളും ഇദ്ദേഹത്തിൻ്റെ മരുന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഇവരടുത്ത് ഞാൻ പറയുന്നുണ്ട്. അവരും അവരുടെ ഒരുപാട് ദുഃഖങ്ങൾ എൻ്റെ അടുത്തും പറയുന്നുണ്ട്.
ഇതറിഞ്ഞിട്ടും ഇവരെന്നോട് അത്രയും പൈസ ചോദിച്ചപ്പോൾ എനിക്ക് അന്ന് 5000 രൂപ എന്ന് പറയുന്നത് 5 ലക്ഷം പോലെ തന്നെയാണ്. അതായത് 100 രൂപയിൽ ഞാൻ 5 ദിവസം ജീവിക്കുന്ന ഒരാളാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം അന്നത്തെ എൻ്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ്. അതായത് കുറേ കാലങ്ങളായി 10-15 കൊല്ലമായിട്ട് ഞാൻ ഒരു കിലോ പഞ്ചസാരയുടെ വില പോലും എന്തെന്ന് അറിയുന്നില്ല. എല്ലാം എൻ്റെ ഹസ്ബൻഡ് ചെയ്തു തരുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ഹസ്ബൻഡ് നിശ്ചലമായ ഒരവസ്ഥയിലേക്ക് മാറുകയും ഒരു കുടുംബത്തിൻ്റെ 8 അംഗങ്ങളുടെ ചുമതല മുഴുവൻ എൻ്റെ തലയിലേക്ക് ആവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒരുപാട് ലുബ്ധിക്കേണ്ടതായിട്ട് വരും. എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് വരികയും ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് അവർ വന്നപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഉള്ള പരിമിതിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുത്തിട്ടും അവർ പോയിട്ട് അവർ എന്നോട് ഇങ്ങനെ ക്യാഷ് കടം ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര വിഴുങ്ങസിയായിപ്പോയി. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇവരുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഈ ക്യാഷ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഒരു പടത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ചുരിദാർ വാങ്ങാനാണ് എന്ന്. സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായ ഒരു അരിശം ഇവരോട് തോന്നി. അതായത് ഞാൻ 6 കുഞ്ഞുങ്ങളുടെ വയറു നിറയ്ക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ നെഞ്ചിലൊരു ബാഗുണ്ട്. ഈ ബാഗിനുള്ളിൽ പറക്കമുറ്റാത്ത ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടും ഞാനിങ്ങനെ ഭ്രാന്ത് പിടിച്ചത് കണക്ക് ഓടിയിട്ടാണ് എൻ്റെ കുടുംബത്തിൻ്റെ 2 അറ്റവും ഞാൻ കൂട്ടിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ അവരുടെ ആഡംബരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡ് വയ്യാതായതിനു ശേഷം ഞാൻ ഇന്ന് വരെ ഒരു ഡ്രസ്സ് പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കഴിവില്ല, പരിമിതികളുണ്ട്, നമുക്ക് പരിമിതികളുണ്ട്. എൻ്റെ മക്കൾക്കായിരുന്നാലും ഇപ്പം ഒരാൾക്ക് ചെരുപ്പ് വാങ്ങിച്ച് നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്നാണല്ലോ ഒരാൾക്ക് ചെരുപ്പ് വാങ്ങിച്ച്, രണ്ടാമത് വാങ്ങിച്ച്, മൂന്നാമത് വാങ്ങിച്ച് 6 കുട്ടികളിലേക്ക് ചെരുപ്പ് എത്തുമ്പോഴത്തേക്കും അടുത്ത ആദ്യം വാങ്ങിച്ച കുട്ടിയുടെ ചെരുപ്പ് വീണ്ടും പൊട്ടിയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെ മക്കൾ ദുഃഖത്തിലാവരുത്, നമ്മളെ മക്കളെ ഈ ബുദ്ധിമുട്ടുകൾ അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായ എന്നോട് അവരുടെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ക്യാഷ് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ അരിശം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് ആരോടും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല. ഒരുപാട് കാലം ഞാനത് പറയാതെ മാറ്റിവെച്ച ഒരു സംഭവം. കുറേ കാലത്തിന് ശേഷം എന്തോ ഒരു വിഷയം വന്ന സമയത്ത് തനൂജയുടെ ഈ ഒരു ആഡംബര പ്രേമത്തിനെ കുറിച്ച് പലരും സംസാരിച്ച സമയത്ത് ഞാനും ഈ ഒരു കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിനെയാണ് നമ്മുടെ ഫിജോ എടുത്തുകൊണ്ട് വന്നിട്ട് അലക്കിക്കൊണ്ടിരുന്നത്. ഈ അലക്കുന്ന സമയത്ത് ഫിജോയ്ക്കും മനസ്സിലാകുന്നില്ല ഞാൻ ശരിക്കും അവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ. എൻ്റെ ഹസ്ബൻഡ് ലോകത്തിൽ ആരോടും തന്നെ എതിർത്ത് സംസാരിക്കാത്ത വളരെ മാന്യനായിട്ടുള്ള വളരെ പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിരുപദ്രവകാരി എന്ന് തന്നെ പറയാം. ഒരാളോടും മോശമായി സംസാരിക്കാത്ത വളരെ മാന്യനായ ഒരു മനുഷ്യനായ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ രോഗ അവസ്ഥയെ അവർ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്ക് എനിക്ക് ഭയങ്കരമായ വിഷമം തട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആരെങ്കിലും ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് രോഗാവസ്ഥയിലായി എന്നുള്ളത് വലിയ ആനക്കാരിയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സങ്കടകരമായിട്ടോ കൊണ്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പടച്ച റബ്ബ് ഒരു ഇൻസിഡൻറ്റ് തന്നു. ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും ഞാൻ ആരോടും യാചിക്കാതെ തന്നെ എൻ്റെ കഠിനാധ്വാനം കൊണ്ടും എൻ്റെ കഠിന പരിശ്രമം കൊണ്ടും ഞാൻ എൻ്റെ കുടുംബത്തെ ഞാൻ കൊണ്ടു നടന്നു എന്നുള്ളത് ഐ പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ കുടുംബം മുഴുവൻ എന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന എൻ്റെ ഭർത്താവിനെയും അദ്ദേഹം എനിക്ക് തന്ന 6 കുഞ്ഞുങ്ങളെയും ഞാൻ സന്തോഷത്തോടു കൂടി അവരെ ചേർത്ത് നിർത്തി ഞാൻ നോക്കി എന്നുള്ളത് എനിക്ക് വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയാണ്. ഇനി ഇവിടെ അതല്ല ഞാൻ പറയുന്നത്. ഇവർ എൻ്റെ ഭർത്താവിൻ്റെ രോഗാവസ്ഥയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തളർന്നു കിടന്ന സമയത്താണ് എനിക്ക് 6ാമത്തെ കുഞ്ഞുണ്ടായത്. ഞാൻ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ഭർത്താവ് തളരുന്നതിന് മുൻപ് എനിക്ക് കുഞ്ഞുണ്ടായി, അത് പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായ സമയത്ത് 5ാമത്തെ ദിവസം ICUലാകുന്ന സമയത്താണ് ശരിക്കും എനിക്കൊരു ദേഹത്തളർച്ചയും വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയും വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴായിരുന്നു
ഞാൻ ഫസ്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും. അങ്ങനെയാണ് കുറേ മാസങ്ങളായി കുട്ടിയുടെ വളർച്ച കുറേ മാസങ്ങളായി എന്നുള്ള കാര്യവും അറിയുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ ആദ്യമേ എന്തോ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷയം ഇവരിങ്ങനെ കൊടുമ്പിരി കൊണ്ട് കത്തിച്ചും കൊണ്ട് നടക്കുമ്പോൾ ഇപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ കാണുമ്പോൾ, ഫിജോ എന്ന് പറയുന്ന അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് വിഷമം തോന്നും. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അതേ ഒരു അവസ്ഥയിലാണ് അവളുടെ ഹസ്ബൻഡും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അത്രയും ഒരു അവശ നിലയിലായിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അസുഖ അവസ്ഥയെ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായ ഒരു വിഷമ അവസ്ഥ തോന്നാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളിനെ വിമർശിക്കുന്ന സമയത്ത് ഞാനാണ് നിങ്ങളെ വിമർശിക്കുന്നത് എങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് എന്നെ വിമർശിക്കുന്നതിന് പകരം ശരിക്കും എൻ്റെ കുടുംബത്തിലേക്കാണ് വലിഞ്ഞു കയറുന്നത്. അതൊരു ശരിയായ നടപടിയല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഫിജോനെ ആയിരുന്നാലും ഫിജോനെ വിമർശിക്കുന്ന സമയത്ത് അതായത് അവരെ വിമർശിക്കുന്നതിന് പകരം അവരുടെ ഇമോഷൻസിനെ ഒരിക്കലും അതൊരു നല്ല നടപടിയല്ല. ഒരാളിനെ നമ്മൾ വിമർശിക്കുമ്പോൾ അവരുടെ ഇമോഷൻസിനെ ഡാമേജ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതായ ഒരു അവസ്ഥ അല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവരൊരു ആഡംബര പ്രേമിയാണ്. തനൂജ എന്ന് പറയുന്ന സ്ത്രീ ഒരു ആഡംബര പ്രേമിയാണ് എന്നുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേ ഫിജോ, അതായത് എന്നെ തനൂജയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വിമർശിച്ച അതേ ഫിജോയുടെ കൊണ്ട് തന്നെ ഫിജോയും സമ്മതിച്ചിട്ടുണ്ട് തനൂജ ഒരു ആഡംബര പ്രേമിയാണ് എന്നുള്ളത്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ വീട് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ കുറേ അധികം സ്ത്രീകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ അകത്ത് അവരൊരു ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് വീട് പഴയതായതുകൊണ്ടും മറ്റുമൊക്കെ ആ വീടുകൾ വേണ്ട എന്ന് പറയുകയും എനിക്ക് ഭയങ്കര നല്ലൊരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്കൊക്കെ പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഫിജോയുടെ കൊണ്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് നോക്കൂല, അല്ലെങ്കിൽ മറ്റൊരാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുമ്പോൾ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനായിരിക്കും നോക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ അവർക്ക് സേഫായിട്ടുള്ള ഒരു ജീവിതമല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനേക്കാൾ നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ മറ്റൊരാളിനേക്കാൾ നല്ലൊരു ലൈഫ്. ഈ നല്ലൊരു ലൈഫ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കഠിന പരിശ്രമം നടത്തണം, കഠിനാധ്വാനം നടത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കൂ. അല്ലാതെ മറ്റൊരാൾ നമുക്ക് ദാനം തരുന്നതിൽ എപ്പോഴും ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ കഥ തന്നെ എടുത്തു നോക്കാം. അവരവരുടെ ഹസ്ബൻഡിൻ്റെ വിരഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയിപ്പോയ ഒരു സമയത്ത് അവരും ആ രണ്ട് കുട്ടികളും അനാഥരായി പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു. വേറൊരു ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ അവർക്ക് അതിലൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ആ വീടിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നു. ശരിക്കും ഇവർ ദാനത്തിന് അർഹയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് മറുപടി കിട്ടുന്നില്ല. അതായത് നമുക്ക് ദാനം കിട്ടുന്ന പശുവിൻ്റെ പല്ല് എണ്ണി നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ അതവർക്ക് ദാനം കിട്ടിയതാണ്. അതിലിനി എന്ത് പാളിച്ച ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ അവരാണ് ബാധ്യസ്ഥ. അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ ദാരിദ്ര്യം കണ്ടുകൊണ്ട് അത് അവർക്ക് കൊടുത്ത ഒരു സാധനമാണ്. അതിൽ പിന്നെ എന്ത് കുറവുകളുണ്ടെങ്കിലും അത് നികത്താൻ ഇവർ ബാധ്യസ്ഥയാണ്. അല്ല എനിക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴി പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിനെ കുറിച്ചും അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഫിജോയുടെ ഹസ്ബൻഡിൻ്റെ അസുഖം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു വിഷയത്തിനെ കുറിച്ചും ഞാനതിൽ യോജിക്കുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ തന്നെ ശരിക്കും തനൂജ ചെയ്തിരിക്കുന്നത് വലിയ അബദ്ധമാണ്. അതായത് അവരുടെ കുടുംബവും അവരുടെ അവരുടെ മകളുമായിട്ട് അവർ വലിയ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ ഇവർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടിയിട്ട്
അവരുടെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ ഇവരെ സഹായിക്കാൻ വന്ന ആളുകളൊക്കെ തന്നെ 2, 3, 4 ചേരികളായിട്ടൊക്കെ തിരിഞ്ഞും കൊണ്ട് ഇപ്പോൾ കുറേ പേര് യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബിൽ കിടന്നിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇവർ യഥാർത്ഥത്തിൽ വന്നത്? തനൂജ എന്ന് പറയുന്ന സ്ത്രീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അവരെന്തായി? അവരൊരു യൂട്യൂബറുമായി, അവർക്ക് യൂട്യൂബിൽ നിന്നും വരുമാനവുമായി, അവർ തന്നെ ഇരുന്നിട്ട് ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീയുടെ സ്വഭാവത്തിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിൻ്റെ ആവശ്യമായിരുന്നു? അതുപോലെ തന്നെ തനൂജ എന്ന് പറയുന്ന സ്ത്രീനെ സഹായിക്കാൻ പോകുന്നവർക്കെല്ലാം തന്നെ 8ന്റെയും 10ന്റെയും 16ന്റെയും പണി കിട്ടും എന്നുള്ളത് ഇപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന തനൂജയുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെ എടുത്താലും ഒരു കാലത്ത് തനൂജയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. ഈ ലാസ്റ്റ് ടൈമിലുള്ള ഫിജോ വരെ വളരെ നല്ല രീതിയിൽ അവരെ കൊണ്ടു നടന്ന ഒരാളാണ്. ഇവരെ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ കുടുംബത്ത് കയറി കളിക്കും എന്നുള്ളത് ഫിജോ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കമ്പനിയിൽ പോയി നിങ്ങൾക്ക് ഇത്രയും വർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നു മുതൽ ആ കമ്പനിയിലെ വർക്ക് താറുമാറായി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് സുഖമില്ലാതിരുന്ന സമയത്ത് പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് കയറി അതിനുശേഷമാണ് അവരുടെ ഹസ്ബൻഡ് സുഖമില്ലാതായത്. ഇതൊക്കെയും തന്നെ എതിർഭാഗത്ത് നിൽക്കുന്ന ഇപ്പോൾ മുംതാസ്, സമീറ എന്ന് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ സുനിത കാസിം, എന്നെ സംബന്ധിച്ചിടത്തോളം തനൂജയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു സുനിത കാസിം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. അവര് പിന്നെ തിരുവനന്തപുരത്ത് ഏതോ ഒരു റെയിൽ പാളത്തിന്റെ ഇടയിൽ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന സമയത്ത് യാതൊരു പരിചയവുമില്ലാത്ത എന്നാൽ മകളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന ആ ഒരു സ്ത്രീയെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറയുകയും ഒരു ഗവൺമെന്റ് ജോലിയിൽ ഇരുന്നാൽ കിട്ടാത്ത അത്ര സാലറി 25,000 രൂപ എന്ന് പറയുന്നത് ഒരമ്മയ്ക്കും കുഞ്ഞിനും ലാവിഷായിട്ട് ജീവിക്കാനുള്ള ഒരു ക്യാഷാണ്. ആ ഒരു ക്യാഷ് അവർക്ക് സാലറി ആയി കൊടുത്തുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ പട്ടിപ്പണി എടുത്താൽ പോലും കിട്ടാത്ത ആ ഒരു ക്യാഷ് ജസ്റ്റ് ഒന്ന് പോയി ഒരു റിവ്യൂ ചെയ്യുന്നതിന് അവർ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ജോബുമായിരുന്നു, അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയുമായിരുന്നു. എന്നാൽ അവിടെ പോലും ശരിക്ക് അങ്ങനെ ജോലി കൊടുത്ത് അവരുടെ ദരിദ്രാവസ്ഥയെ കണ്ട് സഹതാപം തോന്നി ജോലി കൊടുത്ത ആ സ്ത്രീയെ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പോലും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. അതായത് അവരെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് വിടുക എന്നുള്ളതാണ്. അവരുടെ പിന്നാലെ അവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് കാര്യമില്ല. അവരെ ജോലി ചെയ്ത് ജീവിക്കാൻ വിടുക എന്നുള്ളതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. കാരണം അവരെ അടുപ്പിക്കരുത്. അവരെ അടുപ്പിച്ചു കഴിഞ്ഞാൽ അടുപ്പിക്കുന്ന ആളുകൾക്ക് നല്ല പാലും വെള്ളത്തിൽ പണി കിട്ടുമെന്നുള്ളതാണ്. ഇപ്പൊ ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. അതായത് മക്കള് അവരുടെ ഒരു ഇഷ്ടം കൊണ്ട് മക്കളെ ഉണ്ടാക്കുക. മക്കൾ ആയതിനു ശേഷം അയ്യോ എനിക്ക് മക്കളെ വളർത്താൻ നിവൃത്തിയില്ലേ, അയ്യോ എനിക്ക് മക്കളെ വളർത്താൻ നിവൃത്തിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ നാട്ടുകാർ ഇവർക്ക് ചെലവിന് കൊടുക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് ഇത്തരം കുറെ അധികം സ്ത്രീകൾ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേയിരിക്കണം. ഇത്തരക്കാരെ വളരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.